ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ. ഇവിടെ വൈറലായിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് മസാലയാണ് ഇത്. ഷവർമ മസാല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇഡ്ഡലി തട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു 5 വറ്റൽമുളകും പിന്നെ 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ടെടുക്കുകയും ചെയ്യാം. എന്നിട്ട് കുറച്ച് ചിക്കനും കൂടി ഒന്ന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ക്യൂബ് ചീസ് ഇല്ലേ അതും പിന്നെ നമ്മുടെ എന്താ പറയുക മോസറല്ല ചീസും ഉപ്പ് കുറച്ച് കുരുമുളക് പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ക്രീമാക്കി എടുക്കുക. നമ്മുടെ നന്നായിട്ട് ക്രീമായിട്ട് മയോണൈസ് ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെജീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ് പിന്നെ കക്കിരി, എൻ്റെ കയ്യിൽ ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്ത ചിക്കനില്ല അതും കൂടി ചിക്കി എടുക്കുക, അതിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബണ്ണിലാണോ ബ്രെഡിലാണോ നമുക്ക് ഏത് ടൈപ്പാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കേണ്ടത് അതിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക, റെഡിയാക്കി എടുക്കുക. ഇതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബണ്ണിലാണ് ചെയ്യുന്നത്. ബണ്ണിൽ നമ്മൾ ഫില്ലിങ് നിറച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും ഓയിൽ ചേർക്കാണ്ട് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തിയാണ്, അതേപോലെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.